കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാര്യല്ലേ നീ എന്തായി കാണിക്കുന്നേ? നീ ഇങ്ങോട്ട് എഴുന്നേറ്റേ. മുത്തശ്ശി എന്തെങ്കിലും ഒന്ന് പറയൂ. എഴുന്നേക്ക് ഇങ്ങോട്ട്. അമ്മേ മുത്തശ്ശി ഈ മാരണ എന്നാത്തിനെ പാതിരാത്രിയിൽ വിളിക്കുന്നു? എന്നാ നമ്മടി? ആ അച്ചായ, അച്ഛൻ ബംഗ്ലാവിലുണ്ടോ? ഉണ്ട്. എന്നാ? ആ അച്ഛൻ താഴോട്ടിറങ്ങി വന്നേ. ഞാൻ അച്ഛനെ മുറ്റത്തിപ്പുണ്ട്. തനിക്കെന്നതാ അവിടെ കാര്യം? ആ അച്ഛൻ പുറത്തോട്ട് വാ, നേരി പറയാനുള്ള കാര്യമാ. താനും കേറുവാ. ആ ശരി. അതെ അച്ഛയ, അവൻ ഇവിടെ വന്നായിരുന്നു. അവളെ കണ്ടോ ഇല്ലയോന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അവൻ ഇവിടുത്തെ മതില് ചാടുമ്പോഴാ എന്റെ പിള്ളേർ അവനെ പൊക്കിയത്. എന്നിട്ട് അവനെ തീർത്തില്ലേ? പിന്നല്ലാതെ തല്ലിക്കൊന്നു വഴിയിട്ടിട്ടുണ്ട്. വഴിയില്ല? അതെ അച്ചായ, ആ കുരിശുകവലയുടെ താഴെ ഒരു പുല്ലാഞ്ഞിക്കാടില്ലേ, അവിടെ കിടപ്പുണ്ട് ഇങ്ങനെ ചത്തു മലച്ച്. എന്നാ വിവരക്കാടോടെ താൻ കാണിച്ചത്? അത് ശരി. ഇത്രയും കാലം അവനെ കൊല്ലണം എന്ന് പറഞ്ഞ് അറിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ചെയ്തപ്പോ വിവരക്കേടായി. എടാ, കൊന്നതല്ല കുഴപ്പം, തെളിവ് ബാക്കി വെച്ചതാ. അതവിടെ കിടന്ന നേരം വെളുക്കും ആരെങ്കിലും കാണത്തില്ലയോ? പിന്നെ അന്വേഷണം വരുമ്പോ നമ്മളല്ലേ തൂങ്ങാൻ പോകുന്നത്? ഓ, അവിടെ കിടന്ന് ആരും കാണാനൊന്നും പോകുന്നില്ല. അവിടെ മുഴുവൻ കാടാണെന്നേ. എടോ, കാടാണെങ്കിലും മനുഷ്യന്റെ ശരീരമല്ലേ? 2 ദിവസം കഴിയുമ്പോ ചീഞ്ഞ് വാടയെടുക്കാൻ തുടങ്ങും. പുല്ല് പറിക്കാൻ പോകുന്ന ഏതെങ്കിലും തെണ്ടി കൃത്യമായിട്ട് കാണുകയും ചെയ്യും. എന്നാത്തിന് നമ്മൾ റിസ്ക് എടുക്കുന്നത്? അതങ്ങെടുത്ത് കൊക്കയിൽ തള്ളിയാ തീർന്നില്ലേ പ്രശ്നം? ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ആലോചിച്ചില്ല. അത് താൻ ആലോചിക്കില്ല, അതെനിക്കറിയാം. ചേടോ, മനുഷ്യനായ തലയിൽ ആൾതാമസം വേണം. കൊലപാതകം നടത്തിയാൽ മാത്രം കാര്യമായില്ല, അത് ഒളിപ്പിക്കാനും വേണം സാമാന്യ ബുദ്ധി. അതെങ്ങനെ? എടുത്തു ചാടി മാത്രമല്ല ശീലം. ഇനി എന്നെ കുറ്റപ്പെടുത്തിയേക്കരുത്. അല്ലേലും ഞാനോട് നല്ല കാര്യം ചെയ്താ അച്ഛൻ ഇഷ്ടപ്പെടുകയല്ല. ഇതാണോ നല്ല കാര്യം? ഒരുത്തനെ തല്ലിക്കൊന്ന് നടു റോഡിൽ പ്രദർശന വസ്തുവാക്കിയിട്ട് പൊടിയും തട്ടിങ്ങ് പോന്നിരിക്കുന്നു. തന്നെയൊക്കെ ആരോടോ വില്ലനാക്കിയത്? വില്ലനോ? അതിന് ഞാൻ വില്ലനല്ലല്ലോ, നായകനല്ലയോ. വില്ലൻ അച്ചായനല്ലയോ? ആദ്യരാത്രിയിൽ വളിച്ച വായിൽ പോക്കരത്തരം പറഞ്ഞാലുണ്ടല്ലോ. വേഗം പോയി വണ്ടി കയറടോ. ഏതെങ്കിലും തണ്ടി കാണുന്നതിന് മുമ്പ് അതെടുത്ത് കൊക്കെ തള്ളാം. പാടോ. എന്താ മീ? ഇവിടെ ആകെ കുഴപ്പമായി. മുത്തശ്ശി എന്തോ പേടി സ്വപ്നമൊക്കെ കണ്ട് നിലവിളിക്കുക. എന്താ, ഹോസ്പിറ്റലിൽ മറ്റോ കൊണ്ടുപോകണോ? മുത്തശ്ശിക്ക് വേണ്ടത് മരുന്നും മന്ത്രമൊന്നും അല്ല, ആദ്യേ പറഞ്ഞല്ലോ എത്രയും വേഗം നമുക്ക് അവനെ കണ്ടുപിടിക്കാം. ഇപ്പൊ ഈ പാതിരാത്രി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ തൽക്കാലം മുത്തശ്ശി പറഞ്ഞ് മനസ്സിലാക്ക. ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ കാരണം ഞാനാണെന്ന് ഓർക്കുമ്പോ അതാ എനിക്ക് സങ്കടം. അതിന് നീ എന്ത് ചെയ്തു? ഞാനല്ലേ മുത്തശ്ശി എന്നോട് പറഞ്ഞ പൂജയെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ ദത്തേട്ടനെ അറിയിച്ചത്. അതിന്റെ സങ്കടവും പരിഭവവും ഒക്കെ മുത്തശ്ശിക്കുണ്ട്. അങ്ങനെ മുത്തശ്ശി നിന്നോട് പറഞ്ഞോ? എന്തിനാ പറയുന്നേ? നമുക്ക് മനസ്സിലാക്കിക്കൂടെ? ഇങ്ങനെ ഓരോന്നും ഭയന്ന് ഞാൻ ഇത്രയും ദിവസം ദത്തേട്ടനിൽ നിന്നും ഇതെല്ലാം മറച്ചു പിടിച്ചത്. എന്താ, ആമയ്ക്കിപ്പോ കുറ്റബോധം തോന്നുന്നുണ്ടോ? ഒന്നും എനിക്കറിയില്ല ദത്തേട്ട. എന്റെ മനസ്സിപ്പോ എന്റെ നിയന്ത്രണത്തിലല്ല. ഒന്ന് മാത്രം ഞാൻ പറയാം, എത്രയും പെട്ടെന്ന് ആദ്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മുത്തശ്ശിയെ നമുക്ക് നഷ്ടപ്പെടും. ഒന്നുകിൽ മുത്തശ്ശിക്ക് ഭ്രാന്ത് പിടിക്കും, അല്ലെങ്കിൽ ചങ്ക് പൊട്ടി ചാകും. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ദത്തേട്ടൻ ഇപ്പൊ ചെയ്യണം. അല്ലെങ്കിൽ നാളെ എനിക്ക് മാത്രമല്ല ദത്തേട്ടനും കുറ്റബോധം ഉണ്ടാവും. ഞാൻ നോക്കട്ടെ.
ദേ യോ ശവം എവിടെ? ആഹാ എന്നോടാണ് ചോദിക്കുന്നത്? അല്ല ഇവിടെ ഇവിടെ കൊണ്ടിട്ടെ, ഇവിടെ തന്നെയാ കൊണ്ടിട്ടെ. എന്നിട്ട് എവിടെയാണോ? അതല്ലേ ഞാൻ ഈ നോക്കുന്നത്. അവിടെ നിർത്തി. അല്ല നോക്കട്ടെ. എവിടെയാണോ? എടോ നിന്നെ അവിടെ തന്നെ കൊണ്ടിട്ടതെന്ന് തനിക്ക് ഉറപ്പാണോ? പിന്നെ നമ്മുടെ ഹൈ റേഞ്ചിൽ എനിക്ക് തെറ്റു വെച്ചായ. എന്നിട്ട് അത് എവിടെയാടോ? ഇനി വല്ല പുലിയും കടിച്ചോണ്ട് പോയതാന്നോ? അല്ല അവനിനി രക്ഷപ്പെട്ടോ? ഛേ, രക്ഷപ്പെടാൻ അവനാര്? ചിരഞ്ജീവി ഹനുമാൻ. എന്റെ അച്ചായ അവസാന ശ്വാസം വരെ അവനെ തല്ലി ഇഞ്ച പരിവാക്കിയല്ലേ ഞങ്ങൾ അവനോടെ കൊണ്ടിട്ടത്. ഇത് പുലി എടുത്തോണ്ട് പോയത് തന്നെ. താൻ വന്നേ പാടൂ. എന്നാലും അത് ഏത് പുലിയായിരിക്കും? അച്ഛനൊന്ന് ശ്വാസം വലിച്ചേ. എന്നാത്തിനാ? ഇവിടെ എവിടെയോ ഒരു പുലിയുടെ മണവില്ലേ? ചുമ്മാ ആളെ പഠിപ്പിക്കില്ലേ? അച്ഛനെ പേടിയാന്നോ? പിന്നെ പേടിക്കാതെ. പുലി എന്റെ ഉപ്പുപ്പ എന്റെ മോനല്ലേ. താൻ വന്ന് വണ്ടി കയറി പാടും. വരുന്ന്